പ്രേംലാലെ, ബംഗ്ലാദേശിൽ ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പിലേക്കാണ് രാജ്യവും ലോകവും ഉറ്റുനോക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് അഭ്യൂഹങ്ങളും ആഭ്യന്തര അനിശ്ചിതത്വവും അപ്രസക്തമായി ഇരിക്കുകയാണ് താരിഖ് റഹ്മാന്റെ ലണ്ടനിൽ നിന്നുള്ള മടങ്ങിവരവ്. 17 കൊല്ലത്തിനു ശേഷം സ്വയം ഏർപ്പെടുത്തിയ പ്രവാസം അവസാനിപ്പിച്ച് മുൻ ബംഗ്ലാദേശ് പ്രസിഡന്റ് സിയാവുർ റഹ്മാന്റെയും മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെയും മകൻ തിരിച്ചെത്തുമ്പോൾ അത് ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം എത്രത്തോളമാണ്? നമുക്കറിയാം, ഒരിക്കൽ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലെ ഡാർക്ക് പ്രിൻസായാണ് മാധ്യമങ്ങൾ താരിഖ് റഹ്മാനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ താരിഖ് റഹ്മാന്റെ വരവ്, പ്രത്യേകിച്ച് ഇന്ത്യയോട് അദ്ദേഹം എന്ത് തരത്തിലുള്ള സമീപനമായിരിക്കും? താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ രക്ഷകനാകുമോ? തുഫൈലെ, ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ കൗതുകത്തോടെ കാത്തിരിക്കേണ്ട സംഗതികളിലേക്കാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയം കടന്നു പോകുന്നത് എന്നുള്ളത് നിസ്സംശയം പറയേണ്ടി വരും. പ്രത്യേകിച്ച് താരിഖ് റഹ്മാൻ ഇപ്പോ ബംഗ്ലാദേശിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് താരിഖ് റഹ്മാൻ മടങ്ങി വന്നിരിക്കുന്നത്. ചില കളികൾ കാണാനും ചില കളികൾ കളിപ്പിക്കാനും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും താരിഖ് റഹ്മാന്റെ ആ വരവ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതാണ്. കാര്യം, ഇദ്ദേഹം ഒരു പ്രത്യക്ഷ ഇന്ത്യ വിരോധിയാണ്. എന്ന് വെച്ചാൽ ഒരു പ്രത്യക്ഷ പാകിസ്ഥാൻ അനുകൂലിയുമല്ല. നിലവിൽ അദ്ദേഹത്തിന്റെ നയം മാറ്റിയിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ കാലുകുത്തുന്നതിന് മുമ്പ് തന്നെ, അതായത് മടങ്ങിവരവ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട് നോ ദില്ലി നോ പിണ്ടി എന്നുള്ളതാണ്. പിണ്ടി എന്ന് വെച്ചാൽ റാവൽപിണ്ടി, അതാണ് ഉദ്ദേശിച്ചത്. അതായത് ഇന്ത്യയോടും ഡൽഹിയോടും റാവൽപിണ്ടിയോടും അല്ലെങ്കിൽ പാകിസ്ഥാനോടും ഒരേ സമീപനം, ഒരേ അകലം, ബംഗ്ലാദേശ് ഫസ്റ്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പുതിയ നിലപാട്. രണ്ട് രാജ്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ബംഗ്ലാദേശിന് ഗുണകരമായ സമീപനം ഏതാണോ അതിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇത് പുതിയ നിലപാടാണ്. പഴയ നിലപാടുകൾ താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ഇന്ത്യ വിരുദ്ധൻ തന്നെയാണ്. കാരണം ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് പറയുന്നത് നിലവിൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയാണ്, മുഖ്യ പ്രതിപക്ഷമാണ്. അവിടെ അവാമി ലീഗ് ആണല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. അവാമി ലീഗ് ഇപ്പോ അവിടെ നിരോധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി. അതോടുകൂടി ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഫെബ്രുവരി 12-നാണ് ഇലക്ഷൻ നടക്കേണ്ടത്. ആ തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗിന് അവിടെ അയോഗ്യത നൽകിയിരിക്കുകയാണ്. അപ്പൊ നിലവിൽ ഇപ്പോ വരാലില്ലാത്ത കുളത്തിൽ വട്ടാൻ രാജാവ് എന്ന് പറയുന്നത് പോലെ അവിടെ അവാമി ലീഗ് ഒഴിഞ്ഞുപോയ സ്ഥാനത്ത് ഇപ്പൊ പ്രബല രാഷ്ട്രീയ കക്ഷി നിലവിൽ BNP, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, അല്ലെങ്കിൽ ഈ താരിഖ് റഹ്മാൻ, അദ്ദേഹമാണ് ഇപ്പൊ ആ പാർട്ടിയുടെ ചെയർമാൻ. അദ്ദേഹത്തിനാണിപ്പോ പ്രധാനമന്ത്രി ആ ഒരു മത്സരത്തിൽ മുഖ്യ പേര് ഉയർന്നു കേൾക്കുന്നത് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പേരാണ്. അപ്പൊ എന്തുകൊണ്ട് ഇദ്ദേഹം രാജ്യം വിട്ടുപോയി? കാരണം ഇദ്ദേഹത്തിന്റെ മാതാവ് ഖാലിദ സിയ, അവരും ഈ നമ്മുടെ അവാമി ലീഗിന്റെ നേതാവ് ഷെയ്ഖ് ഹസീന, ഇവർ രണ്ടുപേരുമാണ് ബംഗ്ലാദേശിന്റെ ഭരണം മാറി മാറി കൈയാളിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവര് ഒരാൾ ഭരിക്കുമ്പോൾ മറ്റൊരാൾ പ്രതിപക്ഷത്തുണ്ടാവും. അതായിരുന്നു അവിടുത്തെ ഒരു പൊതു രീതി. അപ്പോ ഏതാണ്ട് 2008 ഇദ്ദേഹം നാടുവിട്ടു പോകേണ്ടി വന്നു. കാരണം ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ, അതോടൊപ്പം ഷെയ്ഖ് ഹസീനയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, വധശ്രമം, ഇത്തരം കേസുകളുടെ പേരിലാണ് ഇദ്ദേഹം ഏതാണ്ട് 18 മാസത്തോളം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി അദ്ദേഹം ലണ്ടനിലേക്ക് കുടുംബത്തോടൊപ്പം പോവുകയായിരുന്നു. അദ്ദേഹത്തിന് ബംഗ്ലാദേശിൽ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ല. അതോടൊപ്പം തന്നെ നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഈ ഒരൊറ്റ കാരണത്താൽ അദ്ദേഹം സ്വയം ഒരു വനവാസത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ അദ്ദേഹത്തിന്റെ മാതാവ് ഖാലിദ സിയ, അവർ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ അപ്പോഴും സജീവമായി തുടർന്നിരുന്നു. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പിതാവ് സിയാവുർ റഹ്മാൻ, അദ്ദേഹം അവിടുത്തെ മുൻ പ്രസിഡന്റ് കൂടിയാണ്. രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. അവരുടെ ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ പുത്രനാണ് ഇപ്പൊ 60 വയസ്സുള്ള താരിഖ് റഹ്മാൻ. അദ്ദേഹം മടങ്ങി വരവില് ഉറപ്പായിട്ടും ബംഗ്ലാദേശിന്റെ ഭരണം അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട്. ഇപ്പൊ വലിയ വമ്പൻ സ്വീകരണമാണ് അദ്ദേഹത്തിന് വന്നിറങ്ങിയപ്പോൾ മുതൽ ബംഗ്ലാദേശിൽ കിട്ടുന്നത്. വലിയ രീതിയിൽ അവിടുത്തെ BNP പ്രവർത്തകർ പരമാവധി ആളെ കൂട്ടി ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. എയർപോർട്ട് മുതൽ ഇന്ന് തന്നെ BNPയുടെ ഒരു സമ്മേളനം അവിടെ സംഘടിപ്പിച്ചിരുന്നു. അപ്പൊ ആ വേദിയിലേക്ക് അടക്കം വളരെ ഒരു ശക്തി പ്രകടനം കണക്കെയാണ് അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഇനി എന്താണ് അവിടെ ഈ താരിഖ് റഹ്മാൻ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത്? ഏതായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ അവാമി ലീഗിന് അവിടെ അയോഗ്യത കൽപ്പിച്ച അതേ കോടതി തന്നെ ഈ താരിഖ് റഹ്മാനെതിരെയുള്ള കേസുകളൊക്കെ റദ്ദാക്കുകയും ചെയ്തു. അപ്പൊ ഇദ്ദേഹത്തിന് അവിടെ നിയമപരമായി ഇപ്പൊ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കൂടാതെ അവിടെ ഇപ്പോ ഈ ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടരാക്കിയ നാഷണലിസ്റ്റ്
NCP, നാഷണൽ സിറ്റിസൺസ് പാർട്ടി എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ പാർട്ടി, അവർക്ക് ഈ താരിഖ് റഹ്മാൻ എന്ന് പറയുന്നയാൾ സ്വീകാര്യനാണ്. കാരണം അദ്ദേഹം മുമ്പ് സ്വീകരിച്ചിരുന്ന ഇന്ത്യ വിരുദ്ധ നിലപാടുകളൊക്കെ തന്നെ അവർക്ക് അക്സെപ്റ്റബിൾ ആണ് എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ തന്ത്രപരമായ സമീപനം ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഈ ഖാലിദാസിയ ഇപ്പോ ആരോഗ്യപരമായ അവസ്ഥയിൽ കഴിയുകയാണ്. അവരുടെ ക്ഷേമ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നരേന്ദ്രമോദി സന്ദേശം അയക്കുകയും ട്വിറ്ററിൽ അത് സംബന്ധിച്ചുള്ള പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിനെ വളരെ സന്തോഷപൂർവ്വമാണ് ഈ BNP എന്ന് പറയുന്ന അവരുടെ പാർട്ടി സ്വീകരിച്ച, പ്രത്യേകിച്ച് താരിഖ് റഹ്മാൻ അടക്കം നല്ല രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. അപ്പൊ ഇന്ത്യ ഇവിടെ കാണുന്നത്, അവിടെ ഷെയ്ഖ് ഹസീന ഒഴിഞ്ഞിട്ട കസേരയിലേക്ക് ഇനി BNPയുടെ നേതാവായിട്ട് താരിഖ് റഹ്മാൻ വരും എന്നുള്ളത് തന്നെയാണ്. അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അതേപോലെ തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിസ്റ്റുകൾ പിന്തുണയ്ക്കുന്ന ഒരു ഭരണകൂടത്തെക്കാൾ ഭേദം ഒരു പക്ഷേ താരിഖ് റഹ്മാൻ അധികാരത്തിൽ വരുന്നതാണ് എന്ന് ഇന്ത്യ കരുതുന്നുണ്ടാകണം. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇന്ത്യ തന്ത്രപരമായി ഈ താരിഖ് റഹ്മാന്റെ പാർട്ടിയെ അല്ലെങ്കിൽ അവരുടെ നേതാവിനെ സുഖവിവരം അന്വേഷിച്ചുകൊണ്ടൊക്കെ മെസ്സേജ് ഇട്ടത് എന്ന തരത്തിലുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ വരുന്നു. ഏതായാലും ആ നടപടിയെ അവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. എന്നാൽ അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും അല്ലെങ്കിൽ മുൻ നിലപാടുകളും നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഷെയ്ഖ് ഹസീന ഇപ്പൊ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയാർത്ഥിയായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലാണ് അവർ ഇപ്പൊ കഴിയുന്നത്. അപ്പൊ അതില് ഇന്ത്യ അവർക്ക് അഭയം കൊടുത്തിരിക്കുന്നതില് ഈ താരിഖ് റഹ്മാന് വലിയ വിയോജിപ്പുണ്ട്. അതില് ഈ ബംഗ്ലാദേശ് ജനതയുടെ ബോധ്യത്തെയും ബംഗ്ലാദേശ് ജനതയുടെ വികാരത്തെയും ഒക്കെ ഇന്ത്യ മാനിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പിന്നെ ഈ ടീസ്റ്റ നദീജല കരാർ, അത് ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു തർക്ക മേഖലയാണ്. ഇപ്പൊ 1983 ഈ നദീജല കരാർ ഉണ്ടാക്കിയത്. സിക്കിമിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി പശ്ചിമ ബംഗാളിൽ കൂടെ ഒഴുകി ബംഗ്ലാദേശിലോട്ട് പ്രവേശിക്കുന്നതാണ്. അപ്പൊ 83 കരാർ പ്രകാരം ഉണ്ടാക്കിയതിൽ ഭേദഗതി വരുത്തി 2011 ഒരു കരാർ പ്രകാരം ഈ ജലത്തിന്റെ 42.5% ഇന്ത്യക്കും ഏതാണ്ട് 37.5% ബംഗ്ലാദേശിനും അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് പുതിയ വ്യവസ്ഥ. പക്ഷെ പശ്ചിമ ബംഗാൾ സർക്കാർ ഇതില് വലിയ വിയോജിപ്പാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു എതിർപ്പിനെ തുടർന്ന് ഈ കരാർ ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇതിന്റെ പേരിലൊക്കെ തന്നെ കടുത്ത ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൂടിയാണ് ഈ താരിഖ് റഹ്മാൻ എന്നുകൂടി ഓർക്കണം. അപ്പൊ നിലവില് അദ്ദേഹത്തിന്റെ ബോധ്യം ഒരു പക്ഷേ ഇന്ത്യയെ പിണക്കി നിർത്തുന്നത് ബംഗ്ലാദേശിന് ഗുണകരമല്ല എന്നുള്ളത് ഇതിനോടകം തന്നെ അവിടെ ബോധ്യമായിട്ടുണ്ട്. കാര്യം അവിടുത്തെ സാമ്പത്തിക മേഖല തകർന്നടിച്ചിട്ടുണ്ട്. അവിടുത്തെ വ്യവസായ രംഗം ഇപ്പോ മന്ദഗതിയിലാണ്. കാര്യം ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി, വസ്ത്രവ്യാപാരം അടക്കമുള്ള കാര്യങ്ങൾ വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ബോധ്യമുള്ള ഈ താരിഖ് റഹ്മാൻ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയെ പിണക്കാതിരിക്കാനെങ്കിലും അദ്ദേഹം ശ്രമിക്കാനാണ് സാധ്യത. പ്രത്യേകിച്ചും ഈ മുഹമ്മദ് യൂനിസിന്റെ ഭരണകൂടം നേരെ തിരിച്ചാണ് ചിന്തിച്ചത്. അതിന്റെ തിക്തഫലങ്ങൾ അവർ അനുഭവിക്കുന്നുമുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം ഇപ്പൊ പറഞ്ഞ പ്രഖ്യാപിത നയം അനുസരിച്ച് ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരേപോലെ വീക്ഷിക്കുക, ബംഗ്ലാദേശിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുക എന്ന് പറയുമ്പോൾ തന്നെ തൽക്കാലം ഇന്ത്യയെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു നിലപാടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ പൊതുവിൽ വിലയിരുത്തണം. എന്തായാലും അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്. ബംഗ്ലാദേശ് ഇപ്പോൾ വളരെ കലുഷിതമായ ഒരവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ ഇദ്ദേഹത്തിന്റെ വരവ് ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സമാധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ, ഒരുപക്ഷെ ആ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവരാനും ആ രാജ്യത്തെ ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കാനും താരിഖ് റഹ്മാന് കഴിയട്ടെ എന്ന് നമുക്ക് തൽക്കാലം പ്രത്യാശിക്കാം.